ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെറ്റ്ഫോളിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂക്കൊലിപ്പും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ്. ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതായത് മൂക്കൊലിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് മൂക്കൊലിപ്പ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഉണ്ടാവാത്തതായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല എന്നതാണ് ഒരു വാസ്തവം. മൂക്കൊലിപ്പിനെ നമുക്ക് പല തരത്തിലും കാണാൻ പറ്റും. അതായത് ഒരു വിധം എന്ന് പറഞ്ഞാൽ മൂക്കൊലിപ്പ് പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് മൂക്കൊലിപ്പ്, തുമ്മല് ഇത് വരുന്നതായിരിക്കും. അല്ലാതെ മൂക്കൊലിപ്പ് എന്ന് വെച്ചാൽ അലർജി സംബന്ധമായിട്ട് ജീവിതത്തിലുടനീളം മൂക്കൊലിപ്പ് ഉണ്ടാകുന്ന ചില ആളുകളുണ്ട്. അതായത് ഞാനിവിടെ പറയാൻ പോകുന്നത് മറ്റ് രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ആയിട്ടുള്ള മൂക്കൊലിപ്പിനെ കുറിച്ചല്ല, അലർജി സംബന്ധമായിട്ട് ഉണ്ടാകുന്ന മൂക്കൊലിപ്പിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മൂക്കൊലിപ്പ് അലർജി സംബന്ധമായിട്ട് വരുന്ന ആളുകൾക്ക് കൂടെ തുമ്മലും അതുപോലെ മറ്റു ബുദ്ധിമുട്ടുകൾ, ശ്വാസ സംബന്ധമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ടാകുന്നതാണ്. ചില ആളുകൾക്ക് ചൊറിച്ചിൽ, അതായത് പലതരത്തിലുള്ള ചൊറിച്ചില്, പിന്നെ കണ്ണുനീര്, അനാവശ്യം തുടർച്ചയായി കണ്ണുനീര് വരിക, പിന്നെ അതുപോലെ തന്നെ മൂക്കൊലിപ്പിന്റെ കൂടെ ഇത്തരം രോഗങ്ങളും ഉണ്ടാകുന്നതാണ്. ഈ മൂക്കൊലിപ്പ് അലർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് ജീവിതത്തിൽ ഇടവിട്ട് ഓരോ ആഴ്ചകളിലും 2-3 ദിവസം മൂക്കൊലിപ്പ് ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ മിക്കവാറും അതൊരു അലർജി സംബന്ധമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ മൂക്കൊലിപ്പ്, തുമ്മല് ഇത്തരം രോഗങ്ങൾ അലർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടത് രോഗിയല്ല. ആദ്യഘട്ടം എന്ന ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബെഡ്റൂം, അതുപോലെ തന്നെ വീട് മുഴുവനായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ഡസ്റ്റ് ക്ലീൻ ആക്കി വെക്കുക. അത് നമ്മൾ ഒന്നെങ്കിൽ വീടിന്റെ റൂഫ്, ഫാന്, ജനല് ഈ ഭാഗങ്ങളൊക്കെ മുഴുവനായിട്ടും ഡസ്റ്റ് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഉണ്ടാകുന്ന പൊടിശല്യം നമുക്ക് തടയാൻ പറ്റും. പിന്നെ കൂടാണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളും നമ്മുടെ റൂം, വീട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. മുഴുവനായിട്ടും നമ്മൾ പുറത്തു പോകുന്ന സ്ഥലം അല്ലെങ്കിൽ ടൗണ്, ഇങ്ങനെ നഗരപ്രദേശങ്ങളിലൊക്കെ നമ്മൾ താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗവും അതുപോലെ പൊടിയിൽ നിന്നും മുക്തമാക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു മുൻകരുതലാണ് നമ്മളൊരു മാസ്ക് ധരിക്കുക എന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മാസ്കിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. കൊറോണ സമയത്ത് എല്ലാ ആളുകളും മാസ്ക് ധരിച്ച് ശീലിക്കുകയും മാസ്കിന്റെ ഗുണങ്ങളെ പറ്റി അറിയുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ പ്രധാനമായിട്ടും മാസ്ക് ധരിക്കുന്നത് മുഖേന നമുക്ക് ഇത്തരം അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും ഒരു പരിധി വരെ വിട്ടുനിൽക്കാൻ പറ്റുന്നതാണ്. പറയാം, ഇത്തരം ഇടവിട്ട് വരുന്ന മൂക്കൊലിപ്പ്, ജലദോഷം, തുമ്മൽ ഇതിന് നമ്മൾ ആയുർവേദത്തിൽ ഒരു പ്രധാന പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിയ നമ്മൾ ചെയ്യാറുണ്ട്. ആ ഒരു ക്രിയന്റെ പേരാണ് ഗണ്ടൂഷം അഥവാ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇടവിട്ട് വരുന്ന അലർജി സംബന്ധമായിട്ടുള്ള മൂക്കൊലിപ്പ്, ജലദോഷം, തുമ്മൽ ഇത്തരം രോഗങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് വിട്ടുനിൽക്കാൻ പറ്റുന്നതാണ്. ഈ ഗണ്ടൂഷം അഥവാ ഓയിൽ പുള്ളിങ് എന്ന മെത്തേഡ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓയിൽ പുള്ളിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിലോ അതല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമോ അല്പം ചൂടുള്ള വാം വാട്ടറോ ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് സമയം, ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയെങ്കിലും വായിൽ പിടിച്ചു വെക്കുന്നതും കുറച്ച് കഴുത്തിന്റെ ഭാഗം കുറച്ച് പൊന്തിച്ച് പിടിക്കുന്നതും അങ്ങനെ പിടിച്ചു വെക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ് ഗണ്ടൂഷം അഥവാ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ക്രിയ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അലർജി സംബന്ധമായിട്ടുള്ള മൂക്കൊലിപ്പ്, ജലദോഷം, തുമ്മൽ ഇതിൽ നിന്ന് ഉള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് പല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും, മോണവീക്കം, വായിലെ അണുബാധ ഇങ്ങനെ തുടങ്ങി വായ്നാറ്റം
ഇതുപോലുള്ള മറ്റ് മൗത്ത് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളിൽ നിന്നും നമുക്ക് ഒരു പരിധി വരെ വിട്ടു നിൽക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഗണ്ടൂശം കൊണ്ട് മറ്റ് വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതൊരു റെസ്പിറേറ്ററി എക്സസൈസ് കൂടിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതൊരു ലങ്സ് റിലേറ്റഡ് ആയിട്ട് അതിനൊരു ശ്വാസകോശത്തിന് ഒരു എക്സസൈസ് കൂടിയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.